വെള്ളം നിറച്ചാണ്ട് കഴിച്ചോളി ചോറ്. കൂട്ടാനുണ്ട്, ഉപ്പേരിണ്ട്, പപ്പടമുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, രസമുണ്ട്, മോരുണ്ട്, എല്ലാം ഉണ്ട്. വെള്ളം നിറച്ച് കഴിച്ചു. GPS മോളെ നമ്മളൊന്ന് വഴി തെറ്റിച്ചിട്ടോ, അതല്ല വഴി. ഒരിക്കലും ആരും GPS പാർവതിയമ്മയുടെ കട എന്ന് പറഞ്ഞിട്ട് GPS ഇട്ട് ആരും വരാൻ നിൽക്കരുത്. മണ്ണാർക്കാട് കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് പാർവതിയമ്മയുടെ കട എവിടെയെന്ന് ചോദിച്ചാൽ മതി. കടയല്ല, സോറി, ഇത് വീടാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാർവതിയമ്മയുടെ വീട്ടിലൊന്ന് ഭക്ഷണം കഴിക്കണം, പക്ഷെ എപ്പോഴാണ് സാധിച്ചത്. എനിക്ക് ഈ വീഡിയോ ഒരു മിനിറ്റ് ഒതുക്കാൻ തീരെ താല്പര്യമില്ല, കാരണം പാർവതിയമ്മയുടെ ചരിത്രം അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം പ്ലീസ്. 1969 ഞാൻ തുടങ്ങിയതാണ്. എനിക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല, മക്കളില്ല, ഭർത്താവില്ല, എനിക്ക് ജീവിക്കാൻ വഴിയില്ലാണ്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പം തൊട്ട് ചോറും കറികളൊക്കെ ഉണ്ടാക്കും, രാവിലെ ഇഡ്ഡലിയും ചായയൊക്കെ ഉണ്ടാക്കും. ഈ കോറിയിൽ നിറയെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ പഠിപ്പിച്ചു, ജോലിയൊക്കെ ആയി, കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ടായി. ഒരു കുട്ടീനെ കണ്ടിട്ടുള്ളൂ അവൻ. ഒരു കുട്ടീനെ 5 മാസം ഗർഭിണിയായപ്പോൾ അവനെ ആൾക്കാർ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അതൊക്കെ തട്ടിയെടുത്ത് ട്രെയിനിൽ നിന്ന് തള്ളി വിട്ടിട്ട് അങ്ങനെ മരിച്ചു. സ്കൂളിലത്തെ മാഷന്മാരൊക്കെ പറയണ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് കാരണം എന്നെ മാഷന്മാർ ഇവിടുന്ന് പോകാൻ അയച്ചില്ല. ഞാൻ അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോയാൽ പറ്റില്ല, അവിടെ തന്നെ ഉള്ളതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ ഒരു വഴി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് വഴി ഉണ്ടാക്കി തന്നു. ഞാൻ 50 രൂപയ്ക്ക്. 50 രൂപക്കോ? 50 രൂപയ്ക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. എത്ര വേണമെങ്കിലും കഴിക്കാം. ഒരു മീൻ കറി, ഒരു സാമ്പാർ, ഒരു രസം, ഒരു മോര്, ഒരു ഉപ്പേരി, ഒരു പപ്പടം, ഒരു മീൻ വറുത്തൊക്കെ ഒരു കഷ്ണം കൊടുക്കും. അത് 50 രൂപക്ക് തന്നെ. എത്ര? പിന്നെ വേണമെങ്കിൽ ഒരു മീന് നല്ല വിലയുണ്ടെങ്കിൽ 25 റുപ്യ വാങ്ങും, ഇല്ലെങ്കിൽ 20 റുപ്യ വാങ്ങും, ഇല്ലെങ്കിൽ 10 റുപ്യ വാങ്ങും. അധികം കൊടുത്താൽ സഹായത്തിന് ആളില്ലേ? നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണോ? ഞാൻ തന്നെ ഉണ്ടാക്കണം. അതെ, ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ പറ്റില്ല, ഒക്കെ ഞാൻ ഉണ്ടാക്കണം. ഒരു ദിവസം മാറി വെച്ചാൽ പറയും, അമ്മ അത് ആരെ ഉണ്ടാക്കിന്ന്. ഞങ്ങള് വലിയ ലാഭമൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ചെലവും കഴിഞ്ഞു പോകണം, ഞങ്ങളുടെ ഒരാളുടെ കൂലിയും കിട്ടണം, അത്രേ ഉള്ളൂ. ഇതൊന്നും റെസ്റ്റോറന്റ് ഒന്നും അല്ല കേട്ടോ. വീടിന്റെ പുറത്ത് കുറച്ച് മേശയും കുറച്ച് കസേരയൊക്കെയാണ് ചെയ്യണത്. 51 വർഷമായി അമ്മ തുടങ്ങിയിട്ട്. അമ്മയല്ല, ശരിക്കും മുത്തശ്ശിയാണ്. 51 വർഷമായിട്ട് വിറകടുപ്പിൽ മാത്രം അവിടുത്തെ പാചക രീതി എല്ലാം തനി നാടൻ സ്റ്റൈല് മാത്രം. ആ മീൻ പൊരിച്ചതും എല്ലാം, പപ്പടം കാച്ചതും എല്ലാം വിറകടുപ്പിൽ ഉണ്ടാക്കണം എന്ന ഒരേ നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ മസാല, അതുപോലെ തന്നെ വേറെ 1-2 സംഭവങ്ങളുണ്ട്. എല്ലാം മുത്തശ്ശി തന്നെ ഉണ്ടാക്കും. മീൻ പൊരിച്ചോ കണ്ട തനി നാടൻ സെറ്റപ്പ്. മേലെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മെല്ലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ആ ഒരു തനി നാടൻ. കല്ലിക്കൊടുത്ത് പോലീസുകാർ വരും, ഫെൽറ്റുകാർ വരും ഭക്ഷണം കഴിക്കാനേ. ഫെൽറ്റുകാർ അഥവാ വന്നാൽ തന്നെ മേടിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ സ്കൂളിൽ, പഴയ സ്കൂൾ, അവിടെ കൊണ്ടുപോയി കളിച്ചിട്ട് കണ്ടില്ല. ഇവിടെ വെറും 50 രൂപക്ക് ഊണ്, മീൻകറി, സാമ്പാർ, മീൻ പൊരിച്ചത്, അങ്ങനെ ഒരുവിധം കൊണ്ടാട്ടം, മുളക് എല്ലാം ഉൾപ്പെടെയാണ്. ശരിക്കും നമുക്ക് വളരെ സന്തോഷം ഇവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ. ഞാൻ 1-2 സംഭവം പറയാൻ പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് അമ്മ തന്നെ ഉണ്ടാക്കണ അച്ചാർ, വെടുമ്പുളി അച്ചാർ, നാരങ്ങ. ഇതോ കടൽക്കണ്ണൻ അയില പൊരിച്ചത്, അച്ചാറ്, പിന്നെ ചോറ്, സാമ്പാർ കുറച്ച് മതി. കാരണേ നമുക്ക് മീൻകറിമാര് പിടുത്തം പിടിക്കാനാണ്. തേങ്ങ അരച്ച ടൈപ്പ് മീൻകറി കേട്ടോ. അതിലെനിക്കൊന്നും താല്പര്യമില്ലത്. കടൽക്കണ്ണൻ ഒന്ന് നമുക്ക് സാമ്പിൾ നോക്കാം. പക്ഷേ അയില പൊരിച്ചതാണ് ഇവിടുത്തെ താരം. അയില പൊരിച്ച് അങ്ങോട്ട് കഴിച്ചാൽ സെറ്റപ്പാ. ഇതാണ് അബുബായ് സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന യൂട്യൂബ് ചാനലിന്റെ ആളാട്ടോ. കേരളത്തിലെ നാടൻ കടകൾ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾ പൊളിയാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് സാധാരണക്കാരുടെ അതാണ് കൂടുതൽ ചെയ്യാറ്. എന്റെ പേരിന് സ്ട്രീറ്റ് ഫുഡ് കേരള എന്നാണല്ലോ. അപ്പൊ നമ്മളാണ് മുത്തശ്ശിനെ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ 50 രൂപക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ 200 രൂപ ഒരു മീൽസിന് കൊടുക്കാൻ തോന്നി. കാരണം ഇവിടെ ഭക്ഷണം മാത്രമല്ല കൊടുക്കുന്നത്, ഭക്ഷണത്തിനോടൊപ്പം സ്നേഹമാണ്. ആ മുത്തശ്ശിയുടെ സ്നേഹമാണ് നമുക്ക് കൂടെ തരുന്നത്. രണ്ടാമത് ഞാൻ മീൻ എടുത്തുട്ടോ. അയില പൊരിച്ചത് നെക്സ്റ്റ് ലെവൽ ചെയ്ത് മസാല, ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്നത് ആരാച്ചാൽ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇതുവഴി വരുമ്പോൾ എന്തായാലും ഇനി കയറുന്നു തീർച്ചയാണ്. പറ്റില്ല. അല്ലല്ല, നമ്മള് 200 രൂപ ഭക്ഷണത്തിനും ഇല്ലായിട്ടുള്ളൂ. പക്ഷെ 400 രൂപ കൊടുക്കാതെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോരാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ. കാരണം ഭക്ഷണം മാത്രമല്ല, ഇവിടുത്തെ സ്നേഹവും ഒക്കെ സൂപ്പർ.